ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമുക്ക് കാണിക്കുന്നത്. 2 പാക്കറ്റ് ബ്രെഡ്, 1 പാക്കറ്റ് ആരോറൂട്ട് ബിസ്ക്കറ്റ്, 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം, ഒരു ചോക്ലേറ്റ്, 2 പാക്കറ്റ് ബൂസ്റ്റ്, 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് മധുരം ചേർത്ത് തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 വശങ്ങളും കളയണം. 4 വശങ്ങൾ കളയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരുണ്ടാവും. ഇത് ചേർത്തിട്ട് പുഡിംഗ് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെച്ച് കളയാണ്. നമുക്കത് വേണ്ട. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ ക്രീം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായി ബീറ്റ് ആവുമൊന്നും വേണ്ട. ഒരുവിധം ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഡിങ്ങിലേക്ക് എടുക്കാം. അതുപോലെ ബിസ്ക്കറ്റും ബ്രെഡും പാലൊന്ന് ചൂടാറാനും മുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് മധുരം ചേർത്ത് പാലിൽ മുക്കി എടുത്തിട്ട് പാനിലേക്ക് വെക്കണം. നമുക്ക് പുഡിംഗ് പാനൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ കേക്ക് പാനിൽ തന്നെയാണ്, മോൾഡിൽ തന്നെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം ബ്രെഡുകളെല്ലാം നനച്ചതിൻ്റെ ശേഷം പാലിൽ മുക്കി നനച്ചതിന് ശേഷം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ക്രീം ആഡ് ചെയ്യുന്ന സ്ട്രൈറ്റ് സ്പാച്ചുല വെച്ചിട്ടാണ്. പക്ഷേ അത് നമുക്ക് പറ്റണില്ല. വക്കുള്ള പാത്രമായതുകൊണ്ട് നമുക്കത് കഴിയാത്ത കാരണം നമ്മുടെ വീട്ടിൽ ചട്ടകം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ പുഡിങ്ങിന് ക്രീം ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ മേലെ ക്രീമിൻ്റെ മേലെ നമ്മൾ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റ് എല്ലാ സൈഡും ചേർത്ത് വെച്ചപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ അടുത്ത ലെയറിലേക്കുള്ള പണി തുടങ്ങി. ബിസ്ക്കറ്റ് ആരോറൂട്ട് ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് മേലെ ക്രീമും ചേർത്ത് കൊടുക്കുകയാണ്. ക്രീമും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചോക്ലേറ്റ്സ് ചിരണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് എല്ലാ സൈഡും ഒരുപോലെ ചിരണ്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ലെയർ, മൂന്നാമത്തെ ലെയർ ബ്രെഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡ് വെച്ച് അതിൻ്റെ മേലെ കഴിഞ്ഞതിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്രീമും ആഡ് ചെയ്ത് പിന്നെ ബൂസ്റ്റ് ഇട്ട് പിന്നെ അടുത്ത ലെയർ ബിസ്ക്കറ്റ് വെച്ച് അങ്ങനെ നമ്മൾ 3 ലെയർ ബ്രെഡ് വെച്ചിട്ടും 2 ലെയർ ബിസ്ക്കറ്റ് വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുള്ളതുകൊണ്ടാണ് നമ്മൾ 2-3-4 ലെയറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. ഒറ്റ ലെയറിലും പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മളിതൊക്കെ ചെയ്തത്. കാരണം കുട്ടികൾക്ക് പുഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ പുഡിംഗ് ഉണ്ടാക്കി നോക്കുന്നത്. കഴിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ കഴിക്കുമ്പോഴൊക്കെ പുഡിംഗ് കഴിച്ചിട്ടുണ്ട്, കേക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പുഡിംഗ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ വട്ടമാണ്. പക്ഷേ ആദ്യത്തെ വട്ടമാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ലെയറിലേക്കാണ് പണി തുടങ്ങിയിരിക്കുന്നത്. എല്ലാം സെറ്റാക്കി 2 ലെയർ ബിസ്ക്കറ്റും 3 ലെയർ ബ്രെഡൊക്കെ വെച്ചതിന് ശേഷം ബൂസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ചോക്ലേറ്റും കൂടി ചിരണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഉച്ചയോടൊക്കെ കൂടിയിട്ടാണ് ഇത് മുറിക്കണത് കേട്ടോ. അപ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ തിരക്കായി. കെൻസുമോള് രാവിലെ എണീറ്റ് വൈകുന്നേ പുഡിങ് മുറിക്ക് താഴെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിക്കും തിരക്കാണ്. ഓവർനൈറ്റ് അപ്പം തന്നെ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഒരു രാത്രിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലാണ് എല്ലാം സെറ്റായിട്ട് നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സമാധാനപ്പെടുത്തി കിടത്തി ഉറക്കിയതാണ്. അങ്ങനെ കിടന്നുറങ്ങി നീച്ച വൈക്കന്നെ അവൾക്കത് കഴിക്കണം. അപ്പോൾ ചായ കുടിച്ചിട്ട് ചോറുന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾ വാശി പിടിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നാച്ചൂനന്ന് സ്കൂളുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെ വാശി കാരണം നമ്മളപ്പോൾ നാച്ചൂനൊന്നും കാത്തുന്നില്ല, നമ്മളപ്പോൾ മുറിച്ചു. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാനും അവൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൊതി കൂറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ. ഒരു ടീസ്പൂൺ കൊടുത്തിട്ട് അടുത്ത ടീസ്പൂണിലേക്കുള്ള നോട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് പറഞ്ഞപ്പോൾ ഒന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.